അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. ഉദാഹരണത്തിന് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ഹി സെഡ് ടു ഹർ, ഐ വാസ് റീഡിംഗ് ദ ബുക്ക് യെസ്റ്റർഡേ പറയുന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്ത്? ഹി ടോൾഡ് ഹർ ദാറ്റ് ഹി ഹാഡ് ബീൻ റീഡിംഗ് ദ ബുക്ക് ദ പ്രീവിയസ് ഡേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഐ എന്നുള്ളത് എന്തായി മാറി? ഹി ആയി മാറി. ഹി വാസ് റീഡിംഗ് എന്നുള്ളത് ഹാഡ് ബീൻ റീഡിംഗ് എന്നായി. ദ ബുക്ക് അത് തന്നെ. എന്നാൽ യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് എന്തായി മാറി? ദ പ്രീവിയസ് ഡേ എന്നായി മാറി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യണം. രണ്ടായി നമുക്ക് ഭാഗിക്കണം. അല്ല, ഫസ്റ്റ് പാർട്ട് ഹി സെഡ് ടു ഹർ എന്ന് പറയുന്ന ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. എന്ത് പറയാം? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് ഐ വാസ് റീഡിംഗ് ദ ബുക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ ഈ ഭാഗം എന്തായിരിക്കും? റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ നമുക്ക് രണ്ടായി നമുക്ക് ഭാഗിക്കാൻ പറ്റും. അതായത് ഈ ഭാഗം ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ വരുന്ന ഭാഗം, ഈ ഭാഗത്തെ നമുക്ക് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്നതിന് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. ഒപ്പം അതിനെ നമുക്ക് എന്ത് പറയാം? റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞൊരു കാര്യം. റിപ്പോർട്ടഡ് സ്പീച്ച് അല്ല, റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ്. ഒരാൾ പറഞ്ഞ കാര്യം അത് നേരിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സ്പീച്ച് എന്നോ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ് എന്നോ പറയാം. ഇത് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഈ പറഞ്ഞ കാര്യം, ഈ ഡയറക്റ്റ് സ്പീച്ച് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്. അതായത് ഈ ഡയറക്റ്റ് സ്പീച്ച് ആര്, ആരോട്, എപ്പോൾ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് ഇത്. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇത് ആരാണ് പറഞ്ഞത്? ഹി ആണ് പറഞ്ഞത്. ഹി ആണ് പറഞ്ഞത്. ആരോടാ? ടു ഹർ, അവളോട് പറഞ്ഞു. ഈ എപ്പോൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ വെർബ് നോക്കുമ്പോൾ അറിയാം. ഈ വെർബ് എന്താ? സെഡ് എന്നാ. സെഡ് എന്ന് പറയുമ്പോൾ എന്താ? കഴിഞ്ഞ കാലമാണ്, പാസ്റ്റ് ആണ്. അപ്പം പാസ്റ്റ് ടെൻസിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഐ വാസ് റീഡിംഗ് ദ ബുക്ക് യെസ്റ്റർഡേ. അപ്പൊ ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. അപ്പൊ ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, ഹി ടോൾഡ് ഹർ ദാറ്റ് ഹി ഹാഡ് ബീൻ റീഡിംഗ് ദ ബുക്ക് ദ പ്രീവിയസ് ഡേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സെഡ് ടു ഹർ എന്ന് പറഞ്ഞപ്പോൾ ഈ സെഡ് ടുവിനെ മാറ്റി നമ്മൾ എന്താക്കി? ടോൾഡ് എന്നാക്കി മാറ്റി. ഹർ എന്നിട്ട് അതിനുശേഷം ദാറ്റ്. ഈ ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് ഏജന്റ് ആണ്. ഇനി നോക്കുക, ഈ ഐ എന്തായി മാറി? ഹി ആയി മാറിയല്ലോ. ഈ വാസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായി മാറി? ഹാഡ് ബീൻ റീഡിംഗ് എന്നായി മാറി. അതായത് ഇവിടെ ടെൻസിന് മാറ്റം സംഭവിച്ചു. ഈ ഹാഡ് ബീൻ റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പിന്നെ ഈ യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് എന്തായി മാറി? ദ പ്രീവിയസ് ഡേ എന്നായി മാറി. ഈ യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്? ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മാറ്റം സംഭവിക്കും. സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മാറ്റം സംഭവിക്കും. അപ്പൊ സമയം, സ്ഥലം ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ മാറ്റം സംഭവിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. എന്തിന്?
ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിന് മാറ്റങ്ങൾ സംഭവിക്കും. അതിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ടെൻസിനുണ്ടാകുന്ന മാറ്റമാണ്. ടെൻസിന്, അതായത് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായി മാറി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറി. അപ്പൊ ടെൻസിന് പ്രധാനമായിട്ടും മാറ്റം സംഭവിക്കും. ഇനി ടെൻസിന് എപ്പോഴാണ് മാറ്റം സംഭവിക്കുക? ഇഫ് റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന്, അല്ലെ? ഈ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെ, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, സെഡ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്, ഹെർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ ഉണ്ടാവും? ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. അവിടുത്തെ വെർബിനെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് വിളിക്കാം, അവിടുത്തെ സബ്ജക്റ്റിനെ നമുക്ക് റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ് എന്ന് വിളിക്കാം, അവിടുത്തെ ഒബ്ജക്റ്റിനെ നമുക്ക് റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ഇവിടെ നോക്കുക സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ the following changes will take place. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കും. അതായത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ, ഡയറക്റ്റ് സ്പീച്ചാണ്, ഈ ഡയറക്റ്റ് സ്പീച്ചിൽ ഈസോ ആമോ ആറോ വരികയാണെങ്കിൽ അതെന്തായി മാറും? വാസ് വേറായി മാറും. വാസ് അല്ലെങ്കിൽ വേറായി മാറും. ഉദാഹരണത്തിന് ഹി സെഡ് ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ ഈസ്. എപ്പോഴാണ് ഇങ്ങനെ മാറ്റം സംഭവിക്കുക? ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. ഇവിടെ നോക്കുമ്പോൾ ഹി സെഡ്, ഇതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ്, ഹി സെഡ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അതുകൊണ്ട് ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തായി മാറി? ഹി സെഡ് ദാറ്റ്. ഷീ തന്നെയാണ്. നോക്കുക, ഈ ഈസ് എന്തായി മാറി? വാസ് ആയി മാറി. ഷി വാസ് എ ടീച്ചർ. അടുത്ത മാറ്റം എന്താണ്? വാസ് വെയർ അല്ലെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഇതൊക്കെ വന്നാൽ അതെന്തായി മാറും? ഹാഡ് ബീൻ ആയി മാറും. നോക്കുക, ഹി സെഡ്, ഹി സെഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ് വെർബാണ്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നോക്കുക, ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഷീ വാസ് എ ടീച്ചർ. ഇവിടെ വാസ് വന്നു, ആ വാസ് ഇവിടെ എന്തായി മാറി? നോക്കുക, ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ. വാസ് എന്തായി മാറി? ഹാഡ് ബീൻ ആയി മാറി, എ ടീച്ചർ. ഇത് നോക്കുക, ഹാസ് ബീൻ വന്നാലും അല്ലെങ്കിൽ ഹാവ് ബീൻ വന്നാലും എന്ത് തന്നെ ആയിരിക്കണം? ഹാഡ് ബീൻ ആവണം. ഇവിടെ ഹി സെഡ് ഷീ ഹാസ് ബീൻ എ ടീച്ചർ. ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ ആൻസർ ഇത്തരത്തിലായിരിക്കും. ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ, കാരണം ഹാസ് ബീൻ മാറി എന്താവണം? ഹാഡ് ബീൻ ആവണം. വാസോ വേറോ ഹാസ് ബീനോ ഹാവ് ബീനോ വന്നാൽ അതെന്തായി മാറും? ഹാഡ് ബീൻ ആയി മാറും. ഇനി അടുത്ത് നോക്കുക, ഹാഡ് ബീൻ. ഈ ഹാഡ് ബീൻ വന്നാൽ എന്ത് തന്നെയായിരിക്കും? ഹാഡ് ബീൻ തന്നെയായിരിക്കും, മാറ്റം സംഭവിക്കത്തില്ല. ഇനി അടുത്ത ഡു അല്ലെങ്കിൽ ഡസ്. ഡൂവും ഡസും വന്നു കഴിഞ്ഞാൽ എന്തായി മാറണം? ഡിഡ് ആയി മാറും. നോക്കുക, ഹി സെഡ്, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? സെഡ് ആണ്. സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിലാണ് ഈ പറയുന്ന മാറ്റങ്ങൾ വരിക. അപ്പൊ നോക്കുക, ഷീ ഡസൻറ്റ് നോ ഇറ്റ്. അപ്പൊ നോക്കിയാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി സെഡ് ദാറ്റ്, ഈ ഷീ തന്നെയാണ്. പിന്നെ ഡസ് മാറി എന്താവണം? ഡിഡ് ആവണം. അപ്പൊ ഡിഡായി, ഡിഡൻറ്റ് നോ ഇറ്റ്. അടുത്തത് ഡിഡ് ഹാസ് ഹാവ്. ഡിഡോ ഹാസോ ഹാവോ വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറണം? ഹാഡ് ആയി മാറും. നോക്കുക, ഹി സെഡ് ഷീ ഡിഡ് നോട്ട് കട്ട് ഇറ്റ്. അടുത്തത് ഹി സെഡ് ഷീ ഹാസ് നോട്ട് കട്ട് ഇറ്റ്. അപ്പം ഡിഡോ ഹാസോ ഹാവോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഡ് വന്നു, ഇവിടെ ഹാസ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്ത് അത് മാറി എന്താവണം? ഹാഡ് എന്നാവണം. ഇവിടെ നോക്കുമ്പോൾ ഹി സെഡ് ഷീ ഡിഡ് നോട്ട് കട്ട് ഇറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ആക്കാം? ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ്, ഡിഡ് മാറി ഹാഡ് വന്നു, എന്നിട്ട് നോട്ട് കട്ട് ഇറ്റ്. ഇവിടെ നോക്കുമ്പോൾ ഹി സെഡ് ഷീ ഹാസ് നോട്ട് കട്ട് ഇറ്റ്. ഈ ഹാസ് മാറി അവിടെ എന്തായി? ഹാഡായി മാറി. ഇതെല്ലാം മാറ്റം സംഭവിക്കുക എപ്പോഴാണ്? ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്താണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. അടുത്ത് നോക്കുക, ഹാഡ്. ഹാഡ് തന്നെയായിരിക്കും, അതിന് മാറ്റം സംഭവിക്കത്തില്ല. ഇനി വിൽ എന്തായി മാറണം? വുഡായി മാറും.
ഓക്കെ, വില്ല് വുഡായി മാറണം. ഇപ്പൊ നോക്കാം, ഹി സെഡ് ഷീ വിൽ ഗോ ദെയർ. അപ്പം സെഡ് റിപ്പോർട്ടിംഗ് വെർബാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഹി സെഡ് ദാറ്റ് ഷീ വിൽ എന്തായി മാറും? വുഡായി മാറും. വുഡ് ഗോ ദെയർ. ഇനി അടുത്തത് ഷാൾ എന്തായി മാറണം? ഷുഡായി മാറണം. നോക്കുക, ഹി സെഡ്. സെഡ് എന്താണ്? റിപ്പോർട്ടിംഗ് വെർബാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. ഷീ ഷാൾ കം ദെയർ. അപ്പൊ എന്താവും? ഹി സെഡ് ദാറ്റ് ഷീ, ഷാൾ മാറി ഷുഡ് ആവണം, ഷുഡ് കം ദെയർ. ഇനി അടുത്തത് ക്യാൻ എന്താവണം? വുഡ് ആവണം. നോക്കുക, ഹി സെഡ് ഷീ ക്യാൻ മേക്ക് ഇറ്റ്. ഹി സെഡ് ദാറ്റ് ഷീ വുഡ്, ക്യാൻ മാറി വുഡ് ആവണം, പിന്നെ മേക്ക് ഇറ്റ്. അടുത്ത മേ എന്താവണം? മൈറ്റ് ആവണം. ഹി സെഡ് ഷീ മേ ബി എ ടീച്ചർ. അപ്പോൾ എന്താവും? ഹി സെഡ് ദാറ്റ് ഷീ, മേ മാറി എന്താവണം? മൈറ്റ് ആവണം. ഷീ മൈറ്റ് ബി എ ടീച്ചർ. ഇനി മസ്റ്റ് വന്നാൽ എന്താവണം? ആഡ് ടു എന്നാവണം. ഓക്കെ, ഹി സെഡ് ഷീ മസ്റ്റ് നോ ഇറ്റ്. അപ്പൊ എന്താവണം? ഹി സെഡ് ദാറ്റ്, ഈ മസ്റ്റ് മാറി ആഡ് ടു നോ ഇറ്റ്. അടുത്ത് നോക്കാം, V1 ഫോംസ്. V1 ഫോംസ് എന്തായി മാറും? V2 ഫോംസ് ആയി മാറും. ഈ V1 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. V1 ഫോം എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബുകൾ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ആ വെർബിന്റെ യഥാർത്ഥ രൂപം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എസ് അഡീഷണൽ ആയിട്ട് വരും. ഇത്തരത്തിൽ വരികയാണെങ്കിൽ അത് V2 ഫോമായി മാറും. അതായത് ഏറ്റവും അവസാനം ED ചേർക്കണം. നോക്കുക, ഹി സെഡ് ഷീ ഫിനിഷസ് ഹർ വർക്ക്. ഫിനിഷിന്റെ കൂടെ എസ്ഒ ESO വന്ന് വരും. അപ്പൊ ഇതെന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് V1 ഫോം ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹി സെഡ് ദാറ്റ് ഷീ ഫിനിഷ്ഡ് ഹർ വർക്ക്. ഇനി എല്ലാ V2വും ഇതുപോലെ ED വരത്തില്ല. ഇപ്പൊ നോക്കുക, റൈറ്റ് റൈറ്റ്സ്, അതിന്റെ V2 ഫോം എന്തായിരിക്കും? റോട്ട് എന്നായിരിക്കും. അങ്ങനെയുള്ള വെർബും ഉണ്ട്. അപ്പൊ നോക്കുക, ഹി സെഡ് ഷീ സിങ്സ്. എസ് വന്നല്ലോ, സിങ്സിനകത്ത് സിങ്ങിന്റെ കൂടെ എസ് വന്നു. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഷീ സിങ്സ് എ സോങ്, അത് V1 ഫോം ആണ് ഇത്. അത് മാറുമ്പോൾ ഹി സെഡ് ദാറ്റ് ഷീ സാങ്. സിങ്ങിന്റെ V2 എന്ന് പറയുമ്പോൾ സാങ് എന്നാണ്. സാങ് എ സോങ്. ഇനി അടുത്തത് നോക്കുക, V2 ഫോം. ഇവിടെ V1 ഫോം V2 ആവും. അതുപോലെ V2 ഫോംസ് എന്തായി മാറണം? ആഡ് പ്ലസ് V3 എന്നാവണം. അപ്പൊ നോക്കുക, ഹി സെഡ് ഷീ ലിഫ്റ്റഡ് ദ ബോക്സ്. ഈ ലിഫ്റ്റഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ V2 ആണ്. അതെന്തായി മാറും? ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് ലിഫ്റ്റഡ്. ലിഫ്റ്റഡ് മാറി ആഡ് പ്ലസ് V3, വെർബിന്റെ മൂന്നാമത്തെ രൂപം. ലിഫ്റ്റഡ് ദ ബോക്സ്. മനസ്സിലാക്കേണ്ട കാര്യം, മിക്കവാറുമുള്ള എല്ലാ വെർബുകളുടെയും V2 V3 ഒരേപോലെ ഇരിക്കും. ലിഫ്റ്റഡ് ലിഫ്റ്റഡ്. എന്നാൽ ചില വെർബ്സിന്റെ അങ്ങനെ അല്ല. അപ്പൊ നോക്കുക, ഹി സെഡ് ഷീ റോട്ട് എ ലെറ്റർ. ഈ റോട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ V2 ആണ്. അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ. റോട്ട് മാറി റോട്ടഡ് എന്ന് എഴുതിയില്ല, എങ്ങനെയാ? റിട്ടൺ എന്നാണ് എഴുതിയത്. ഹാഡ് പ്ലസ് V3 എ ലെറ്റർ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ചില വെർബുകളുടെ V2 V3 ഒരുപോലെ ഇരിക്കും. ഉദാഹരണത്തിന് പുട്ട്, കട്ട്, ഷട്ട്, ലെറ്റ്, അതൊക്കെ സെയിം ആണ്. V1 V2 V3. ഉദാഹരണത്തിന് ഹി സെഡ് ഷീ പുട്ട് ഇറ്റ് ദെയർ. ഈ പുട്ട് ഇവിടുത്തെ V2 ആണ്. പറയുമ്പോൾ ഹി സെഡ് ദാറ്റ് ഷീ ഹാഡ് പുട്ട് ഇറ്റ് ദെയർ. അപ്പൊ ഹാഡ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ ഈ പുട്ട് V2 ആണെങ്കിൽ ഇത് V3 ആണ്, ഈ പുട്ട്. അപ്പം നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് അല്ലെ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ, റിപ്പോർട്ടിംഗ് വെർബ് അറിയാമല്ലോ, അതായത് ഈ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന വെർബ്, അത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ പറഞ്ഞതല്ല.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ, ഇഫ് റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ പ്രസന്റ് ഓർ ഫ്യൂച്ചർ, പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഒരു മാറ്റവും ഇവിടെ സംഭവിക്കത്തില്ല, വെർബ് ഫോംസിന് സംഭവിക്കത്തില്ല. ഡയറക്റ്റ് സ്പീച്ചിലെ വെർബ് ഫോംസിന് മാറ്റം സംഭവിക്കില്ല. ഉദാഹരണത്തിന് ഹി സേസ് ഷീ ഈസ് എ ഡോക്ടർ. ഇവിടെ നോക്കാം, ഇതാണ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? സേസ് ആണ് അല്ലെ? അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് സേസ് ആണല്ലോ. അപ്പോൾ സേസ്, ഈ സേസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? സേസ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്. ഹി സേസ് ഷീ ഈസ് എ ഡോക്ടർ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹി സേസ് ദാറ്റ് ആണ്. ഈ ഈസിനെ നമ്മൾ മാറ്റിയില്ല. ഈ ഈസിനെ നമ്മൾ മാറ്റിയോ? മാറ്റിയില്ല. ഈസ് തന്നെയാണ്. എന്നിട്ട് എ ഡോക്ടർ. എടുത്ത് നോക്കുക, ഹി ഹാസ് സെഡ്. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഹാസ് സെഡ് ആണ്. ഈ ഹാസ് സെഡ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഈ സേസും പ്രസന്റ് ആണ്, ഹാസ് സെഡും പ്രസന്റ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക, ഷീ വിൽ ഡു ഇറ്റ്. നോക്കുമ്പോൾ ഹി ഹാസ് സെഡ് ദാറ്റ് ഷീ വിൽ ഡു ഇറ്റ്. ഈ വില്ലിനെ നമ്മൾ വില്ലാക്കി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ ഈസിനെയും ഈസാക്കി തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഈ ഈസിനെ നമുക്ക് മാറ്റേണ്ട കാര്യമില്ല, ഈസ് തന്നെയായിരിക്കും. അതുപോലെ ഈ വില്ലിനെ മാറ്റേണ്ട കാര്യമില്ല, വില്ല് തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഹി സേസ് ഷീ ഈസ് എ ഡോക്ടർ എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി സേസ് ദാറ്റ് ഷീ ഈസ് എ ഡോക്ടർ. അതുപോലെ ഹി ഹാസ് സെഡ് ഷീ വിൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഹി ഹാസ് സെഡ് ദാറ്റ് ഷീ വിൽ ഡു ഇറ്റ്. മാറ്റം സംഭവിക്കില്ല. ഇനി അടുത്ത് നോക്കുക, ഇനി പറയുന്ന വെർബ് ഫോംസ് ഒരു സാഹചര്യത്തിലും മാറ്റം സംഭവിക്കത്തില്ല. എങ്ങനെയുള്ള വെർബുകളാ? പോസ്റ്റിന് ശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ ആ വെർബിന് മാറ്റം സംഭവിക്കത്തില്ല. അപ്പൊ നോക്കുക, ടു ഗോ. എക്സാമ്പിൾ, ടു ഗോ, ടു ഹാവ് ഫിനിഷ്ഡ്, ഇൻ ഫിനിഷിംഗ്, ഫോർ ഡൂയിങ് എന്നൊക്കെ പറയുമ്പോൾ ടു ഒരു പ്രിപ്പോസിഷൻ ആണല്ലോ. ഇന്നും ഫോറും ഒക്കെ പ്രിപ്പോസിഷൻസ് ആണ്. അതിനുശേഷം ഒരു വെർബ് ഫോം വരികയാണെങ്കിൽ ഇവിടെ ഗോ, അതുപോലെ ഹാവ് ഫിനിഷ്ഡ്, ഫിനിഷിംഗ്, ഡൂയിങ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വെർബുകൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. ഉദാഹരണത്തിന്, ഹി സെഡ് ഷീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ പ്രോഗ്രാം. ഇവിടെ നോക്കുമ്പോൾ ടു ജോയിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷന് ശേഷം വന്നിരിക്കുന്ന വെർബാണ്. ഇതിന് മാറ്റം സംഭവിക്കത്തില്ല. ഈ ടു ജോയിൻ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലും എഴുതുക. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, ഈസ് വന്നിട്ടുണ്ട്. ആ ഈസിനെ നമുക്ക് മാറ്റണം. കാരണം എന്താ? സെഡ് എന്ന് വന്നുകൊണ്ട്. സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഹി സെഡ് ദാറ്റ് ഷീ, ഈസ് മാറി വാസോ, വെരി ഇൻട്രസ്റ്റഡ് ടു ജോയിൻ. ഇതാണ് നമുക്കിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത് പ്രിപ്പോസിഷൻ പ്ലസ് വെർബാണ്. അങ്ങനെയുള്ളതൊന്നും മാറത്തില്ല. ജോയിൻ ദ പ്രോഗ്രാം. അടുത്ത് നോക്കുക, ഒബ്ജക്റ്റിന് ശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ, ഇങ്ങനെ വരികയാണെങ്കിൽ, അത് ഒബ്ജക്ട്സ് പ്ലസ് വെർബ്, ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വെർബുകൾക്കും മാറ്റം സംഭവിക്കത്തില്ല. ഉദാഹരണത്തിന്, ഹിം ഗോ, ദം ഫിനിഷ്, മീ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹിം, ദം, മീ ഇതെല്ലാം ഒബ്ജക്റ്റ് ഫോംസ് ആണ്. അതിനുശേഷം ഒരു വെർബ് വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കത്തില്ല. ഉദാഹരണത്തിന്, ഹി സെഡ് ഷീ മേഡ് ദം ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നോക്കുക, ദം ഡു. ദം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, അതിനുശേഷം വന്നിരിക്കുന്ന വെർബ്. അതിന് മാറ്റം സംഭവിക്കത്തില്ല. കാരണം ദം ഡു. റിപ്പോർട്ടർ സ്പീച്ചിൽ അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ആ വെർബിനെ അതുപോലെ തന്നെ എഴുതാം. ഈ ഒബ്ജക്റ്റിന് മാറ്റം സംഭവിക്കുമായിരിക്കും അങ്ങനെ പേഴ്സൺസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ വെർബിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള വെർബിന് മാറ്റം സംഭവിക്കത്തില്ല? ഒബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബുകൾക്ക്, അതുപോലെ തന്നെ പ്രിപ്പോസിഷന് ശേഷം വന്നിരിക്കുന്ന വെർബുകൾക്ക് എന്ത് സംഭവിക്കത്തില്ല? മാറ്റം സംഭവിക്കത്തില്ല. ഇവിടെ ദമ്മിന് ശേഷം ഇവിടെ ഡു വന്നു, ഇവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഡു അതുപോലെ തന്നെ ഇവിടെ എഴുതി. ഇനി നോക്കുക, ING ഫോംസിന് മാറ്റം സംഭവിക്കത്തില്ല. അതായത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്ന വെർബുകളുണ്ടല്ലോ, അതിനൊന്നും മാറ്റം സംഭവിക്കത്തില്ല. നോക്കുക, ഹി സെഡ് ഷീ ഈസ് റീഡിങ് എ നോവൽ എന്ന് പറയുമ്പോൾ ഈ റീഡിങ് തന്നെ നമ്മൾ ഇവിടെയും എഴുതി. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സെഡ് വന്നതുകൊണ്ട്
ഇവിടുത്തെ ഈസിനെ നമ്മൾ എന്താക്കി, വാസ് എന്ന് ആക്കി. ഹി സെഡ് ഷീ ഈസ് റീഡിങ് എ നോവൽ. അങ്ങനെയാകുമ്പോൾ ഹി സെഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ. നോക്കുക അടുത്തത് ഇത്തരത്തിൽ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. അതിനുശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ ആ വെർബിന് മാറ്റം സംഭവിക്കത്തില്ല. നോക്കുക, ഹി സെഡ് ഷീ വിൽ മേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ സെഡ് വന്ന സ്ഥിതിക്ക് ഈ വില്ല് വുഡ് ആകണം. നമ്മളിവിടെ എന്താ പറയുന്നത്, ഇതിന് ശേഷം വരുന്ന വെർബ്, ആ വെർബിന് മാറ്റം സംഭവിക്കത്തില്ല. നോക്കാം മേക്ക്, ആ മേക്ക് അതുപോലെ തന്നെ എടുത്ത് എഴുതണം. വില്ലും വുഡും മാറും. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബിനനുസരിച്ച് വില്ല് വുഡ് ആവും. സെഡ് ആയതുകൊണ്ട് ഈ വില്ല് വുഡായി. അപ്പോൾ പോലും ഈ പറയുന്ന മേക്ക് എന്ന് പറയുന്ന വെർബിന് മാറ്റം സംഭവിക്കത്തില്ല. ഉദാഹരണത്തിന് ഹി സെഡ് ഷീ കുഡ് ഡു ഇറ്റ്. ഓക്കെ, ഹി സെഡ് ദാറ്റ് ഷീ കുഡ് ഡു ഇറ്റ്. ഈ കുഡ് തന്നെയായിരിക്കും, അതുപോലെ വുഡ് തന്നെയായിരിക്കും, ഷുഡ് തന്നെയായിരിക്കും. പക്ഷെ ഈ ഡൂവിന് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. ഡു തന്നെ ആയിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പേഴ്സൺസിനുണ്ടാകുന്ന മാറ്റങ്ങൾ. നമുക്കറിയാം ഇംഗ്ലീഷിൽ പേഴ്സൺസിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അല്ലെ, ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതല്ല. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഐ വരും. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഫോമാണ്. മീ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഫോമാണ്. മൈ എന്ന് പറയുമ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. മൈൻ എന്ന് പറയുമ്പോൾ പൊസസീവ് പ്രൊനൗൺ ആണ്. മൈസെൽഫ് എന്ന് പറയുമ്പോൾ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എംഫറ്റിക് പ്രൊനൗൺ ആണ്. വി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഫോമാണ്. അസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ്, അവർ പൊസസീവ് അഡ്ജക്റ്റീവ്, അവേഴ്സ് പൊസസീവ് പ്രൊനൗൺ, അവേഴ്സസ് എംഫറ്റിക് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ്, വി, അസ്, അവർ, അവേഴ്സ്, അവർസെൽസ്. അപ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ എന്തായി മാറും? തേർഡ് പേഴ്സൺ ആയി മാറും. ഉദാഹരണത്തിന് ഐ എന്നുള്ളത് എന്തായി മാറാം? ഹിയോ ഷിയോ ആയി മാറാം. അത് ആര് പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഐ എന്നൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ അത് ഷീ ആയി മാറണം. ഐ എന്ന് പറയുന്നത് പുരുഷനാണ് പറയുന്നതെങ്കിൽ അത് ഹി ആയി മാറണം. ഈ മീ എന്തൊക്കെയായി മാറും? ഹിമ്മോ ഹെറോ ആയി മാറും. അതുപോലെ മൈ എന്തൊക്കെയാവും? ഹിസ്സോ അല്ലെങ്കിൽ ഹെറോ ആയി മാറും. ഈ മൈൻ എന്തായി മാറും? ഹിസ് അല്ലെങ്കിൽ ഹേഴ്സ് എന്ന് മാറും. ഈ മൈസെൽഫ് ഹിംസെൽഫ്, ഹെർസെൽഫ് ആയി മാറും. ഇതൊക്കെ ഏത് ടെൻസ് ആയാലും, റിപ്പോർട്ടിംഗ് വെർബിന് ഏത് ടെൻസ് ആയാലും സംഭവിക്കുന്ന മാറ്റങ്ങളായത്. ഓക്കെ, ഇനി വി എന്തായി മാറും? ദേ ആയി മാറും. അസ് ദം ആയി മാറും. അവർ ദേർ ആയി മാറും. അവേഴ്സ് ദേഴ്സ് ആയി മാറും. അവേഴ്സൽസ് ദംസെൽസ് ആയി മാറും. ഇനി സെക്കൻഡ് പേഴ്സൺ എന്തൊക്കെയായി മാറും? ഫസ്റ്റ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആയി മാറും. അതായത് യു എന്തൊക്കെയായി മാറാം? അയ്യോ വിയോ ആയി മാറാം, അല്ലെങ്കിൽ ഹി ഷീ ദേ എന്ന് മാറാം. അതെന്തിനെ ആശ്രയിച്ചാണ്? റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാണ്. റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഏതാണെന്നറിയാമല്ലോ നമുക്ക്. എന്താ? ഈ പറയുന്ന റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒബ്ജക്റ്റ്. ഇവിടെ നോക്കുമ്പോൾ ഈ ഹർ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ അതിനനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുക. നമ്മുടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ, നമ്മുടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഈ സെക്കൻഡ് പേഴ്സൺ എന്തായി മാറണം? ഫസ്റ്റ് പേഴ്സണോ ആയി മാറണം. നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്തായി മാറണം? ഹി ഷീ ദേ എന്നായി മാറും. അപ്പൊ യു, മീ അല്ലെങ്കിൽ അസായി മാറും, അല്ലെങ്കിൽ ഹിം ഹർ ദം ആയി മാറും. ഇതൊക്കെ തേർഡ് പേഴ്സൺസ്, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺസ്. ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ചില വാക്കുകൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നെക്സ്റ്റ് എന്തായി മാറും? ദ കമ്മിങ് അല്ലെങ്കിൽ ദ ഫോളോയിങ് എന്നായി മാറും. ടുഡേ എന്തായി മാറും? ദാറ്റ് ഡേ ആയി മാറും. നൈറ്റ് ദാറ്റ് നൈറ്റ് ആവും. യെസ്റ്റർഡേ ദ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്നായി മാറും. ടുമോറോ എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ ആയി മാറും. ലാസ്റ്റ് ദ പ്രീവിയസ് ആയി മാറും. എഗോ ബിഫോർ ആയി മാറും. സോ ദസ് ആയി മാറും. ദിസ് ദാറ്റ് ആയി മാറും. ദീസ് ദോസ് ആയി മാറും. ഹിയർ ദേർ ആവും. ഹെൻസ് ദെൻസ് ആവും. നൗ ദെൻ ആവും. ഇതൊക്കെ പൊതുവായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് സെന്റൻസുകൾക്കുണ്ടാകുന്ന മാറ്റം. നമുക്കറിയാം സെന്റൻസിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഏതൊക്കെയാ? അസർട്ടീവ് സെന്റൻസ്, അതായത് സ്റ്റേറ്റ്മെന്റുകളെ സൂചിപ്പിക്കുന്നത്. പ്രസ്താവനകളെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം.
പിന്നെ ഇംപറേറ്റീവ് സെനൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മുന്നറിയിപ്പ്, ഒരു അല്ലേ, ഒരു ഓർഡർ, വാണിംഗ്, സജഷൻ, റിക്വസ്റ്റ്, ഇവയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഇംപറേറ്റീവ് സെനൻസ് എന്ന് പറയാം. പിന്നെ ക്വസ്റ്റ്യൻസിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഇൻട്രോഗേറ്റീവ് സെനൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്ട്രോങ് ഫീലിങ്സിനെ, അല്ലെ, അല്ലെങ്കിൽ അതിശയം, അല്ലെ, ദേഷ്യം, അങ്ങനെയുള്ളവയൊക്കെ സൂചിപ്പിക്കുന്ന നമുക്ക് എക്സ്ക്ലമേറ്ററി സെനൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച്, ഇപ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് പറയുന്ന ഈ ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഒരു അസർട്ടീവ് സെനൻസ് ആണല്ലോ, കാരണം ഒരു പ്രസ്താവനയാണ്. അസർട്ടീവ് സെനൻസ് എന്ന് പറയുമ്പോൾ ഏത് ഓർഡർ വരണം? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിൽ വരണം. ഈ രീതിയിൽ വരുന്നതാണ് അസർട്ടീവ് സെനൻസ്. ഇവിടെ നോക്കുമ്പോൾ ഐ സബ്ജക്റ്റ് ആണ്, ഐ എന്ന് പറയുമ്പോൾ. ഈ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെർബാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ദ വർക്കാണ്. അപ്പൊ ഇത്തരത്തിൽ വരുന്നതാണ് S+V+O എന്ന ഓർഡറിൽ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? അസർട്ടീവ് സെനൻസ് ആയിരിക്കും. അങ്ങനെയുള്ള അസർട്ടീവ് സെനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഇവിടെ നോക്കാം, ഇവിടെ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. മോഹൻ സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്കും, അതുപോലെ ടോം സെഡ് ടു ജോയ് യു മേ മീറ്റ് മൈ ഫ്രണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ മോഹൻ സെഡ് ആണ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തതല്ലോ ടോം സെഡ് ടു ജോയ്. ഇതിലെ നോക്കുമ്പോൾ ഈ ഫസ്റ്റിലെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല, അല്ലെ? ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. അല്ല, ഇവിടെ നോക്കുമ്പോൾ ടോം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, സെഡ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്, ജോയ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട് ഈ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ. ഇത്തരത്തിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ, സെഡിന് ശേഷം ഒരു ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് സെഡ് ദാറ്റ് എന്ന് എഴുതാം. എപ്പോഴാ? അസർട്ടീവ് സെനൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഉണ്ട്, സെഡ് ടു ജോയ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ സെഡ് ടു എന്നായിരിക്കും വരിക. അതിന് നമ്മൾ മാറ്റി എന്താക്കണം? ടോൾഡ് എന്നാക്കണം. സെഡിനെ മാറ്റി സെഡ് ദാറ്റ് എന്നും സെഡ് ടുവിനെ മാറ്റി നമ്മൾ ടോൾഡ് എന്നാക്കി മാറ്റണം. ഇവിടെ മോഹൻ സെഡ്, അതുകൊണ്ട് നമ്മൾ മോഹൻ സെഡ് ദാറ്റ്. എന്നാൽ ഇവിടെ ടോം സെഡ് ടു ജോയ്, നമ്മൾ എന്താക്കണം? ടോം ടോൾഡ് ജോയ്. സെഡ് ടുവിനെ മാറ്റി നമ്മൾ ടോൾഡ് ആക്കണം. അതിനുശേഷം നമ്മൾ ദാറ്റ് എഴുതണം. ഓക്കെ, ദാറ്റ്. ഇനി ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്, സെയിം ആണ്. ബാക്കി നമ്മൾ ഇതിനോടകം പഠിച്ചു വെച്ചിട്ടുണ്ട്. നോക്കുക, ഐ എന്തായി മാറും? ഫസ്റ്റ് പേഴ്സൺ ആണ്. അത് ആര് പറയുന്നതിനനുസരിച്ച്. അത് ആരാണ് പറയുന്നത്? മോഹനാണ് പറയുന്നത്. മോഹൻ എന്ന് പറയുമ്പോൾ പുരുഷനാണ്, അതുകൊണ്ട് ഈ ഐ മാർ ഹി ആവും. ഈ ഹാവിനെ നമ്മൾ എന്താക്കി മാറ്റണം? ആഡ് ആക്കി മാറ്റണം. കാരണം സെഡ് എന്ന് വന്നതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. ഹാവ് ഹാഡ് ആയി. ഈ ഫിനിഷ്ഡ് തന്നെ ആയിരിക്കും. പിന്നെ ദ വർക്ക്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളത് മോഹൻ സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് ആയി. ഇനി അടുത്തത് ടോം സെഡ് ടു ജോയ്. നമ്മൾ പറഞ്ഞു ടോം ടോൾഡ് ജോയ് ദാറ്റ്. ഈ യു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ജോയിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജോയ് എന്ന് പറയുന്നത് പുരുഷനാണ്, അതുകൊണ്ട് നമുക്ക് ഹി എന്നാക്കാം. ഇനി മേ എന്താവും? മൈറ്റ് ആവും. കാരണം ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് മൈറ്റ്. പിന്നെ ഈ പറയുന്ന വില്ലോ, ഷാളോ, മേയോ, മൈറ്റോ ഒക്കെ വന്നിട്ട് ശേഷം വരുന്നൊരു വെർബ്, ആ വെർബിന് എന്ത് സംഭവിക്കത്തില്ല? മാറ്റം സംഭവിക്കത്തില്ല. അപ്പം മീറ്റ് തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള വെർബുകൾക്ക് ഏതാ? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. അതിനുശേഷം വരുന്ന വെർബിന് എന്ത് സംഭവിക്കത്തില്ല? മാറ്റം സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ മേ മീറ്റ്, അതുപോലെ മൈറ്റ് മീറ്റ്. ഈ മീറ്റിന് മാറ്റം സംഭവിക്കത്തില്ല, മീറ്റ്. പിന്നെ മൈ എന്നുള്ള എന്തായി മാറണം? ഹിസ് എന്നായി മാറും, അല്ലെ? മൈ ഹിസ് ആവും. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ മൈ ഉണ്ടോ? മൈ എന്താവും? ഹിസ്സോ ഹെറോ ആവും. അത് ആര് പറയുന്നതിനെ ആശ്രയിച്ച, ഒരു പുരുഷനാണ് മൈ എന്ന് പറയുന്നെങ്കിൽ ഹിസ് ആവും, ഒരു സ്ത്രീയാണ് പറയുന്നെങ്കിൽ ഹെർ എന്നായി മാറും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഹിസ് ഫ്രണ്ട്. അപ്പൊ എങ്ങനെയായി? ടോം ടോൾഡ് ജോയ് ദാറ്റ് ഹി മൈറ്റ് മീറ്റ് ഹിസ് ഫ്രണ്ട്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇത്തരത്തിലാണ് അസർട്ടീവ് സെൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അസർട്ടീവ് സെൻസ് എന്ന് പറയുമ്പോൾ ഈ ഓർഡർ ആയിരിക്കും, സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്, ഈ ഓർഡറിലായിരിക്കും വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംപറേറ്റീവ് സെൻസ് ആണ്. ഇംപറേറ്റീവ് സെൻസിന്റെ പ്രത്യേകത എന്താ? അത് വെർബിലായിരിക്കും തുടങ്ങുക. വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിലായിരിക്കും വരിക. അല്ലെങ്കിൽ ഡോണ്ട് പ്ലസ് ബാലൻസ്, ഡോണ്ട് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിലായിരിക്കും വരിക. അല്ലെങ്കിൽ പ്ലീസ്, പ്ലീസോ അല്ലെങ്കിൽ കൈൻഡ്ലിയോ, പ്ലീസിലോ കൈൻഡ്ലിയോ തുടങ്ങും. ഇവിടെ നോക്കുമ്പോൾ ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഒരു വെർബാണ്, ദ ഡോർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഇംപറേറ്റീവ് സെൻസ് ഇവിടെ നോക്കുമ്പോൾ ദേ സെഡ് ടു ഹിം ഡോണ്ട് സ്മോക്ക് എന്ന് പറയുമ്പോൾ ഡോണ്ട് പ്ലസ് വെർബ്. ഇവിടെ നോക്കാം പ്ലീസ് ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ പ്ലീസിൽ തുടങ്ങും. കൈൻഡ്ലി ഡോണ്ട് ഡിസ്റ്റർബ് മീ, അപ്പൊ കൈൻഡ്ലി തുടങ്ങാം. അപ്പോൾ ഒരു ഇംപറേറ്റീവ് സെൻസ് എന്തിലൊക്കെ തുടങ്ങാം? ഒരു വെർബിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഡോണ്ടിൽ തുടങ്ങാം, അല്ലെങ്കിൽ പ്ലീസിൽ തുടങ്ങാം, അല്ലെങ്കിൽ കൈൻഡ്ലി തുടങ്ങാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഹി സെഡ് ഓപ്പൺ ദ ഡോർ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇംപറേറ്റീവ് സെൻസ്, ഒരു ഇംപറേറ്റീവ് സെൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ, ഒബ്ജക്റ്റ് തന്നിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മീ എന്നെഴുതണം. നോക്കി, ഹി സെഡ്, പിന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹി ടോൾഡ് മീ എന്നാക്കി. കാരണം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മീ എന്നാക്കണം. ഏത് സാഹചര്യത്തിലാ? ഇത്തരത്തിൽ ഒരു ഇംപറേറ്റീവ് സെൻറ്റൻസിൽ വരുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ അവിടെ നമ്മൾ മീ എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഹി ടോൾഡ് മീ. ഇനി ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഇംപറേറ്റീവ് സെൻസ് ഇതുപോലെ വെർബിൽ തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുന്നിൽ ടു എന്ന് ചേർക്കണം. ടു ഓപ്പൺ ദ ഡോർ. ഇംപറേറ്റീവ് സെൻറ്റൻസിൽ ഈ പറയുന്ന വെർബിന് മാറ്റം സംഭവിക്കത്തില്ല. ടെൻസ് ഇങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന വെർബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ടു എന്ന് ആഡ് ചെയ്യുക. ടു ഓപ്പൺ ദ ഡോർ. ഇവിടെ നോക്കുക, ദേ സെഡ് ടു ഹിം ഡോണ്ട് സ്മോക്ക്. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ മീ എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡോണ്ട് സ്മോക്ക് എന്ന് പറയുന്നത് എന്തിന്റെ സ്വഭാവമാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഉപദേശം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെറ്റുവിനെ മാറ്റി നമ്മൾ അഡ്വൈസ്ഡ് എന്നാക്കണം. ദേ അഡ്വൈസ്ഡ് ഹിം. ഈ ഡോണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? നോട്ട് ടു എന്നാക്കി മാറ്റണം. ഡോണ്ടിനെ നോട്ട് ടു ആക്കണം. എന്നിട്ട് സ്മോക്ക്. അടുത്തത്, ഹി സെഡ് ടു ഹർ പ്ലീസ് ഷട്ട് ദ ഡോർ. നമ്മൾ പ്ലീസ് ഉപയോഗിക്കുന്നത് എന്തിനാ? റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഈ സെറ്റുവിനെ മാറ്റി റിക്വസ്റ്റ് എന്നാക്കണം. ഈ റിക്വസ്റ്റഡ്. പിന്നെ ഹർ. ഇനി പ്ലീസ് എഴുതേണ്ട കാര്യമില്ല, കാരണം ഇവിടെ റിക്വസ്റ്റഡ് എന്ന് വന്ന സ്ഥിതിക്ക് പിന്നെ പ്ലീസിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വെർബാണുള്ളത്. ആ വെർബിന്റെ മുന്നിൽ നമ്മൾ ടു എന്ന് ആഡ് ചെയ്യണം. ടു ഷട്ട് ദ ഡോർ. എടുത്ത് നോക്കുക, ഷീ സെഡ് കൈൻഡ്ലി ഡോണ്ട് ഡിസ്റ്റർബ് മീ. പ്ലീസോ കൈൻഡ്ലിയോ വന്നാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സെഡിനെ നമ്മൾ എന്താക്കണം? റിക്വസ്റ്റഡ് എന്നാക്കണം. ഷീ റിക്വസ്റ്റഡ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്തില്ല? ഒരു ഒബ്ജക്റ്റ് ഇല്ല. ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മീ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കൈൻഡ്ലി എന്ന് എഴുതിയ സ്ഥിതിക്ക് പിന്നെ അതായത് കൈൻഡ്ലിക്ക് പകരം നമ്മൾ ഇവിടെ റിക്വസ്റ്റഡ് എന്ന് എഴുതി. അങ്ങനെ പിന്നെ കൈൻഡ്ലിയുടെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഡോണ്ടാണ്. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോണ്ടിനെ മാറ്റി നോട്ട് ടു എന്നാക്കണം. എന്നിട്ട് ഡിസ്റ്റർബ്. ഈ മീ എന്ത് ചെയ്യും? മാറും. അതെന്തിനെ ആശ്രയിച്ച? ആര് പറയുന്നതിനെ ആശ്രയിച്ച. ഷീ ആണ് പറയുന്നത്. അതുകൊണ്ട് മീ മാറി ഹറാവണം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇത്തരത്തിൽ ലെറ്റസിൽ തുടങ്ങാം. നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് ഇത്തരത്തിൽ ലെറ്റസിൽ തുടങ്ങുന്ന ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നോക്കുക, ലെറ്റസിൽ തുടങ്ങുന്ന ഒരു ഇമ്പറേറ്റീവ് സെൻസ് വരുമ്പോൾ, നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുക ഇവിടെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. ഉണ്ട്, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഹിം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ലെറ്റസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു സജഷനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെ? ഒരു സജഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സെറ്റുവിനെ മാറ്റി എന്താക്കണം? സജസ്റ്റഡ് എന്നാക്കണം. ഷീ സജസ്റ്റഡ് ഹിം എന്നാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ദാറ്റ് ചേർക്കണം. ഷീ സജസ്റ്റഡ് ഹിം ദാറ്റ് ആക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഈ ലെറ്റസ് എന്ന് പറയുന്നത് ലെറ്റ് അസ് ആണ്. ലെറ്റ്സ് എന്ന് എഴുതിയേക്കുന്നത് ലെറ്റ് അസ്. അതിലെന്തുണ്ട്? അസ് ഉണ്ട്. ലെറ്റസ്നകത്ത് അസ്. ഈ അസിന്റെ സബ്ജക്റ്റ് ഫോം എന്താണ്? വി ആണ്. ഈ അസിനെ നമ്മൾ വി എന്നാക്കുന്നു. എന്നിട്ട് ഈ ലെറ്റ്, ആ ലെറ്റിനെ മാറ്റി നമ്മൾ ഷുഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പം വി ഷുഡ്, അതായത് ലെറ്റസ് എന്നുള്ളത് മാറ്റി നമ്മൾ വി ഷുഡ് എന്നാക്കും. എന്നിട്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. വിയുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? ദേ എന്നായി മാറും. എന്തായി മാറും? ദേ. ഷുഡ് അതുപോലെ തന്നെ എഴുതാം, ദേ ഷുഡ്. അപ്പൊ എന്താ ചെയ്തത്? നമ്മൾ ഈ ലെറ്റസിനെ നമ്മൾ എന്ത് ചെയ്തു? ആ ലെറ്റസിലെ അസ്, ആ അസ് എന്നുള്ള ഒബ്ജക്റ്റ് ഫോമാണ്. അതിന്റെ സബ്ജക്റ്റ് ഫോം എന്താണ്? വി ആണ്. അങ്ങനെ എഴുതിയതിനു ശേഷം ഈ ലെറ്റിനെ മാറ്റി നമ്മൾ ഷുഡ് ആക്കുന്നു. വി ഷുഡ് എന്ന് എഴുതുന്നു. ഇതിന്റെ ഓർഡർ മാറ്റി. അസിന്റെ സബ്ജക്റ്റ് വി, എന്നിട്ട് ഈ ലെറ്റ് ആദ്യമാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ ലെറ്റിനെ മാറ്റി നമ്മൾ ഷുഡ് വിക്ക് ശേഷം എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. വി എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? ദേ എന്നായി മാറും. ദേ ആയി മാറും. എന്നിട്ട് ദേ ഷുഡ് എന്ന് ആവും. അപ്പൊ അത്ര ദേ ഷുഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ അങ്ങനെ ദേ ഷുഡ് എന്ന് നമ്മൾ എഴുതി. അങ്ങനെ എഴുതിയതിനു ശേഷം ബാക്കി അതുപോലെ അങ്ങ് എഴുതുക. ഹാവ് എ കപ്പ് ഓഫ് കോഫി അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലെറ്റസിനെ അതിനകത്ത് അസ് ഉണ്ട്. ആ അസിനെ നമ്മൾ വി എന്നാക്കുന്നു. ആ വി നമ്മൾ ആദ്യം എഴുതിയിട്ട് അതിനുശേഷം നമ്മൾ ലെറ്റിനെ മാറ്റി ഷുഡ് എന്നാക്കുന്നു. വി ഷുഡ്. ആ വി ഷുഡിനെ നമ്മൾ ഉള്ള വിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. വിയെ നമ്മൾ എന്താക്കി മാറ്റി? ദേ ആക്കി മാറ്റി. കാരണം വി ദേ ആവും. കാരണം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് വി ദേ ആകുമെന്ന്. എവിടെയാണ്? കണ്ടിവിടെ വി അല്ലെ? വി എന്താവും? ദേ ആവും അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വിയെ ദേ ആക്കും. എന്നിട്ട് ഷുഡ്, പിന്നെ അതിനുശേഷം ഹാവ് എ കപ്പ് ഓഫ് കോഫി നമ്മൾ എഴുതും. ഷീ സജസ്റ്റഡ് ഹിം ദാറ്റ് ദേ ഷുഡ് ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്ന് വരും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ വിയെ നമ്മൾ ദേ ആക്കാൻ കാരണം എന്താ? ഇവിടെ ഹിം എന്ന് വന്നതുകൊണ്ട് ഒബ്ജക്റ്റ് വന്നു. ഈ ഒബ്ജക്റ്റ് വന്നില്ല എങ്കിലോ? ഇപ്പൊ നോക്കാം, ഷീ സെറ്റ് ലെറ്റസ് ക്ലീൻ ദ റൂം. ഞാൻ പറഞ്ഞത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസിൽ ഇത്തരത്തിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മീ എന്ന് ആഡ് ചെയ്യണം. ഇത് സജഷൻ ആയതുകൊണ്ട് ഈ സെഡിനെ മാറ്റി നമ്മൾ സജസ്റ്റഡ് എന്നാക്കി. ഷീ സജസ്റ്റഡ് മീ ദാറ്റ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റസ് ആണ്. ആ ലാസ്റ്റിനെ മാറ്റി നമ്മൾ വി എന്നാക്കണം. എന്നിട്ട് ലെറ്റിനെ പിടിച്ച് ഷുഡ് ആക്കണം. ഇനി നമ്മൾ ഈ വിയെ പിന്നെ ദേ ആക്കണോ? വേണ്ട. കാരണം എന്താ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലായിരുന്നു. ആ ഒബ്ജക്റ്റിന് പകരം നമ്മൾ മീ എന്ന് ആഡ് ചെയ്തു. അതുകൊണ്ട് പിന്നെ വിയെ എന്താക്കണ്ട? ദേ ആക്കണ്ട. എന്നാൽ ഇവിടെ എന്തുണ്ടായിരുന്നു? ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിയെ ദേ ആക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ വി ഷുഡ് എന്ന് തന്നെ എഴുതാം. എന്നിട്ട് ബാക്കി ക്ലീൻ ദ. ഇത്രയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നോക്കാം, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നോക്കാം, ഹി സെറ്റ് ഡിഡ് യു ഫിനിഷ് ദ വർക്ക്? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്താണ്? ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. കാരണം എന്താ? ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അടുത്ത് നോക്കുക, ദേ സെറ്റ് ടു ദ ടീച്ചർ ഹൗ ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ്? ഇത് ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെയും ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻസിന്റെ വ്യത്യാസം എന്താണ് നോക്കുമ്പോൾ, ഈ ഇൻട്രോഗേറ്റീവ് സെൻസ് തുടങ്ങിയിരിക്കുന്നത് ഡിഡിലാണ്. ഡിഡ്
ഡിഡിലാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസോ ഹൗവിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഡിഡും ഹൗ എന്താണ്? ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? സഹായക്രിയ, ഓക്സിലറി വെർബാണ്. ഡിഡ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബാണ്. എന്നാൽ ഹൗ എന്ന് പറയുമ്പോഴോ ക്വസ്റ്റ്യൻ വേർഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് 2 തരമുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഓക്സിലറി ബിഗിനിങ്, അതായത് സഹായക്രിയയിൽ തുടങ്ങുന്നതും, അടുത്തത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കുമ്പോൾ ഈ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, സഹായക്രിയയിൽ തുടങ്ങുന്നതാണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും? ആദ്യം ഓക്സിലറി വെർബ് വരും, അല്ലെ? ഓക്സിലറി വെർബ് വരും. എന്നിട്ട് അതിനുശേഷം എന്ത് വന്നു? യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു. എന്നിട്ട് അതിനുശേഷം ഫിനിഷ് എന്ന് പറയുന്ന വെർബ് വന്നു. അതിനുശേഷം ബാലൻസ്, എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ, പൊതുവായിട്ടുള്ള സ്ട്രക്ചർ. എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ ഹൗ ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വന്നു? ക്വസ്റ്റ്യൻ വേർഡ് വന്നു. ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നു. ക്വസ്റ്റ്യൻ വേർഡ് വന്നു. ക്വസ്റ്റ്യൻ വേർഡ് വന്നു പ്ലസ് ക്യാൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബാണ്. പ്ലസ് പിന്നെ വി എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് റൈറ്റ് എന്ന് പറയുമ്പോൾ വെർബാണ്. പ്ലസ് ബാലൻസ്. നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് പരിഗണിക്കാം. ഇങ്ങനെയാണ് വരിക. അപ്പം ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം സഹായക്രിയ, സബ്ജക്റ്റ്, വെർബ്, ബാലൻസ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, ബാക്കിയെല്ലാം ഇതിനെ പോലെ തന്നെയാണ്. ഇവിടുത്തെ ഓക്സിലറി ബിഗിനിങ് പോലെ തന്നെയാണ്. ഇതേ സ്ട്രക്ചർ തന്നെയാണ് ബാക്കിയെല്ലാം. അതായത് ഈ പറയുന്ന ഓക്സിലറി ബിഗിനിങ്ങിന്റെ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ അതെന്തായി മാറും? ക്വസ്റ്റ്യൻ വേർഡ് ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയി മാറും. ഈ ക്വസ്റ്റ്യൻ വേർഡിനെ കളഞ്ഞാലോ അതെന്തായി മാറും? ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയി മാറും. അപ്പോൾ ഈ തമ്മിലൊരു വ്യത്യാസം അതേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, സഹായക്രിയയാണ് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഇവിടെ ഒരു സഹായക്രിയക്ക് തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നു. അങ്ങനെ ആകുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡ് ബിഗിനിങ്ങും, വേർഡ് ഇല്ല എങ്കിൽ അത് ഓക്സിലറി ബിഗിനിങ്ങുമായി പരിഗണിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? നമുക്കറിയാം ഒരു ചോദ്യമാണല്ലോ. അങ്ങനെ ചോദ്യമായതുകൊണ്ട് ഈ സെഡിനെ മാറ്റി നമ്മൾ ആസ്ക്ഡ് എന്നാക്കണം. ഹി ആസ്ക്ഡ്. നോക്ക്, ഇവിടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഇല്ല. ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് കൊടുത്തു മീ എന്ന്. അതിന്റെ കാരണം എന്താ? ഇവിടെ യു എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ യു എന്ന് വരികയാണെങ്കിൽ, യുവോ, യുവറോ, യുവേഴ്സെൽഫ്, അങ്ങനെ യുവിന്റെ രൂപങ്ങളുണ്ടല്ലോ, അവ വരികയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഇല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മീ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ മീ എഴുതാൻ കാരണം. കാരണം ഇവിടെ യു എന്നാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹി ആസ്ക്ഡ് മീ. ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര എഴുതിയതിനു ശേഷം നമ്മൾ ഈ പറയുന്ന അസർട്ടീവ് സെന്റൻസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിക്കുമായിരുന്നു. ഹി ടോൾഡ് മീ ദാറ്റ്, ഹി സെഡ് മീ ദാറ്റ് എന്നൊക്കെ ദാറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കും. അത് റിപ്പോർട്ടിംഗ് ഏജന്റാണ്, അത് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വരുന്ന സമയത്ത് നമുക്ക് റിപ്പോർട്ടിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഏതായിരിക്കും? വെദർ ആയിരിക്കും. വെദറോ ഇഫോ ആയിരിക്കും. അതാണ് വെദർ അല്ലെങ്കിൽ ഇഫ് ഉപയോഗിക്കണം. എപ്പോഴാ? ഇത്തരത്തിൽ ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ഓക്സിലറി ബിഗിനിങ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വെദറോ ഇഫോ ഉപയോഗിക്കണം. എന്തിനു ശേഷം? ഇത്തരത്തിൽ എഴുതിയതിന് ശേഷം. ഹി ആസ്ക്ഡ് മീ വെദർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഫോം. ഈ രീതിയിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുക, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ് എഴുതുക. എന്നിട്ട് ഈ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചേരുന്നതാണ്? സഹായക്രിയയും വെർബും കൂടെ ചേർന്നാണ് ഈ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓക്സിലറീസ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറീസ് പ്ലസ് വെർബ്, പിന്നെ ബാലൻസ്. ഇത്തരത്തിലേക്ക് മാറ്റണം. അതായത് ഡിഡ് യു ഫിനിഷ് ദ വർക്ക് എന്ന് പറയുന്നത്
അതിനകത്ത് സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. അപ്പൊ യു എന്ന് നമ്മൾ ആദ്യമേ മനസ്സിൽ കാണുക, യു. എന്നിട്ട് ഈ ഡിഡ് ഫിനിഷ് ഇതാണല്ലോ ഓക്സിലറീസ് പ്ലസ് വെർബ്. ഡിഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ അതെന്തായി മാറും? ഡിഡ് പ്ലസ് ഫിനിഷ്, അതെന്തായി മാറും? ഫിനിഷ്ഡ് എന്നായി മാറും. എന്തായി മാറും? ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് എന്നായി മാറും അല്ലേ? ഡിഡ് ഫിനിഷ്ഡ് എന്നാകുമ്പോൾ ഫിനിഷ്ഡ് എന്നാവും. പിന്നെ ദ വർക്ക്, അതായത് ഡിഡ് യു ഫിനിഷ് ദ വർക്ക് എന്നുള്ള എന്തായി മാറും? യു ഫിനിഷ്ഡ് ദ വർക്ക് എന്നാക്കി മാറ്റണം. ഡിഡ് യു ഫിനിഷ് ദ വർക്ക് എന്നുള്ളത് യു ഫിനിഷ്ഡ് ദ വർക്ക് എന്നായി മാറും. ഓക്കെ, യു ഫിനിഷ് ദ വർക്ക്. ഓക്കെ, അപ്പൊ എന്തായി മാറും? യു ഫിനിഷ് ദ വർക്ക് എന്നായി മാറും. ഡിഡ് യു ഫിനിഷ് ദ വർക്ക് എന്നുള്ളത് യു പിന്നെ ഡിഡ് ഫിനിഷ്ഡ് ഒന്നിച്ച് എന്തായി മാറും? ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് പിന്നെ ദ വർക്ക്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായത്. ഹി ആസ്ക്ഡ് മീ വെദർ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി വെച്ച സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ യു എന്തായി മാറും? ഐ ആയി മാറും. കാരണം എന്താ? മീ, എന്നോടാണ് ചോദിക്കുന്നത്. അപ്പൊ എന്നോടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായി മാറും? ഞാനായി മാറും. ഐ. ഈ ഫിനിഷ്ഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ V2 ഫോമാണ്. ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ V2 ഫോം ആണല്ലോ. ഈ V2 ഫോം എന്തായി മാറും നമ്മൾ പറഞ്ഞു? നോക്കുക, V2 ഫോം വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? V2 ഫോം വന്നു കഴിഞ്ഞാൽ അത് ഹാഡ് പ്ലസ് V3 ആയി മാറും അല്ലെ? ഹാഡ് പ്ലസ് V3. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഈ V2 അല്ലെ, ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഈ V2 എന്തായി മാറണം? ഹാഡ് പ്ലസ് V3 ആയി മാറും. ഐ ഹാഡ് ഫിനിഷ്ഡ്. പിന്നെ ദ വർക്ക്. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നായി മാറും. ഒരു ഇൻട്രോഗേറ്റീവ് സെൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നോക്കണം, നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് ഇൻട്രോഗേറ്റീവ് സെൻസ് ഏത് തരം ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ്? അതൊരു സഹായക്രിയയിൽ തുടങ്ങുന്നതാണോ? ഓക്സിലറി ബിഗിനിങ് ആണോ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ വെദറോ ഇഫോ എഴുതണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻസിൽ യു എന്നുണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മീ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഹി ആസ്ക്ഡ് മീ വെദർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. സബ്ജക്റ്റ് ആദ്യം എഴുതുക യു, എന്നിട്ട് വെർബ് എന്ന് പറയുമ്പോൾ സഹായക്രിയയും ഇതും കൂടെ ചേർന്നതാണ് വെർബ്. അപ്പോൾ ഫിനിഷ്ഡ് എന്നാവും. ഡിഡ് ഫിനിഷ് ഫിനിഷ്ഡ് എന്നാവും. പിന്നെ ബാലൻസ് ദ വർക്ക്. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. യു എന്തായി മാറും? ഐ ആയി മാറും. ഫിനിഷ്ഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ V2 ഫോം ആണ്. V2 ഫോം എന്തായി മാറണം? ഹാഡ് പ്ലസ് V3 ആയി മാറണം. പിന്നെ ബാലൻസ് ദ വർക്ക്. ഹി ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ചോദ്യ വാക്കിലുള്ള ഇൻട്രോഗേറ്റീവ് സെൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, ദേ സെഡ് ടു ദെയർ ടീച്ചർ. ഇവിടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ യു എന്നൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നും പ്രശ്നമില്ല. ഏത് റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് ആണോ അതോ അതുപോലെ തന്നെ എഴുതാം. ഇവിടെ ചോദ്യമായതുകൊണ്ട് ഈ സെഡ് ടു മാറി ആസ്ക്ഡ് എന്നാവും. ദേ ആസ്ക്ഡ് ദെയർ ടീച്ചർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് വന്ന സ്ഥിതിക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്ത് എഴുതുക. ഹൗ തന്നെയായിരിക്കും. ഈ ബാക്കിയുള്ളവയെ ക്യാൻ വി റൈറ്റ് ദ നോട്ട്സ് എന്ന് പറഞ്ഞ ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് സെറ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിലേക്ക് മാറ്റുക. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണല്ലോ, അപ്പൊ നമുക്ക് വി എന്ന് എഴുതാം. പിന്നെ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? ക്യാൻ ആണ്. വി ക്യാൻ. വെർബ് ഏതാണ്? റൈറ്റ് ആണ്. വി ക്യാൻ റൈറ്റ്. പിന്നെ ബാലൻസ് ദ നോട്ട്സ്. വി ക്യാൻ റൈറ്റ് ദ നോട്ട്സ് എന്ന് വരും. അതിനെയാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ വി എന്ന് ഉള്ളത് എന്തായി മാറും? ദേ ആയി മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ദേ ആവും. ഈ ക്യാൻ എന്തായി മാറും? കുഡ് ആവും.
പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് അതിനുശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ ആ വെർബിന് എന്ത് സംഭവിക്കത്തില്ല? മാറ്റം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഈ റൈറ്റിന് നമുക്ക് റൈറ്റ് എന്ന് എഴുതാം. പിന്നെ ദ നോട്ട്സ്. എന്താ ആൻസർ? ദേ ആസ്ക്ഡ് ദെയർ ടീച്ചർ ഹൗ ദേ കുഡ് റൈറ്റ് ദ നോട്ട്സ്. ഇൻട്രോഗേറ്റീവ് സെൻസ് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം അടുത്ത എക്സ്ക്ലമേറ്ററി സെൻസ്. ഇതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നോക്കുക. ഹി സെഡ് ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്. അടുത്ത് നോക്കുമ്പോൾ വാട്ട് എ വണ്ടർഫുൾ മൂവി ഇറ്റ് ഈസ്. അടുത്ത് ബ്രാവോ, ടോം ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെൻസ് ഹൗവിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ വാട്ടിൽ തുടങ്ങിയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ബ്രാവോ എന്ന് പറയുന്ന ഇന്റർജെക്ഷനിൽ തുടങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ്ക്ലമേറ്ററി സെൻസ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹൗവിൽ തുടങ്ങുന്നതും, ഒന്ന് വാട്ടിൽ തുടങ്ങുന്നതും, അടുത്ത് ഇന്റർജെക്ഷൻസിൽ തുടങ്ങുന്നതും. എന്താണ് ഇന്റർജെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്ട്രോങ് ഫീലിംഗിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇവിടെ ബ്രാവോ എന്ന് പറയുന്ന ആ വാക്ക് എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? സന്തോഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രോത്സാഹനം, അല്ലെങ്കിൽ പുകഴ്ത്തൽ, ഇങ്ങനെയുള്ള വികാരങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ബ്രാവോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള വാക്കുകളിൽ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെൻസും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഹൗവിൽ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെൻസ് അതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഇതൊക്കെ എക്സ്ക്ലമേറ്ററി സെൻസ് വരുമ്പോൾ ഇതിലെ ഹൗവിലോ വാട്ടിലോ ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്നാക്കും. ഈ സെഡ് മാറി എക്സ്ക്ലെയിംഡ് ദാറ്റ്. അതുപോലെ ഇവിടെ സെഡ് മാറി ദേ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്നാക്കും. അതിനുശേഷം നമ്മൾ നോക്കുക നമുക്ക് ഹൗവിലാണോ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന തന്നിരിക്കുന്ന ഈ സംഭവത്തെ ഹൗവിനെ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ്, ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റ് ഏതാണ്? ദ ഫ്ലവർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ ദ ഫ്ലവർ എന്ന് തുടങ്ങണം. ദ ഫ്ലവർ. ഈസ് ആണ് ഇവിടുത്തെ വെർബ്. ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്. ബാലൻസിൽ പെടുത്താം. ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് വരും. ഇനി അതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ദ ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുളിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ദ ഫ്ലവർ തന്നെയായിരിക്കും. ഫ്ലവർ. ഈസ് എന്താവും? വാസ് ആവും. കാരണം ഇവിടെ സെഡ് എന്ന് വന്നതുകൊണ്ട് വാസ്. ഇനി നമുക്ക് ബ്യൂട്ടിഫുൾ നമ്മൾ എഴുതണം. ബ്യൂട്ടിഫുൾ എന്ന് എഴുതുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വെരി എന്ന് എഴുതി ചേർക്കണം. എപ്പോഴാ? ഹൗ എന്തെങ്കിൽ ഹൗവിൽ തുടങ്ങുന്ന ഒരു എക്സ്ക്ലമേറ്ററി സെൻസ് ആണെങ്കിൽ ഈ പറയുന്ന അഡ്ജക്റ്റീവ് ബ്യൂട്ടിഫുൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ വെരി എന്ന് ആഡ് ചെയ്യണം. അപ്പൊ എന്തായി മാറും? ഈ എക്സ്ക്ലെയിംഡ് ദാറ്റ് ദ ഫ്ലവർ വാസ് വെരി ബ്യൂട്ടിഫുൾ എന്നായി മാറും. ഇനി വാട്ടിൽ തുടങ്ങുന്നതാണെങ്കിലോ സെയിം പ്രോസസ് ആണ്. നമ്മൾ വാട്ടിനെ ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളവയെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുക. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറയുമ്പോൾ മൂവിയാണ് ഇവിടുത്തെ ഇറ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി എന്ന് വരും. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവി. അപ്പോൾ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൂവിയെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. നോക്കുമ്പോൾ ദേ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് എഴുതി. ഇവിടെ സെഡ് എന്നായതുകൊണ്ട് ഈ ഈസിനെ വാസാക്കുന്നു. എന്നിട്ട് എ വണ്ടർഫുൾ മൂവി. ഇവിടെ നമ്മൾ വെരി എഴുതേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ നമ്മൾ വെരി എഴുതണം. ഹൗ ആണെങ്കിൽ നമുക്ക് വെരി എഴുതണം. ഇവിടെ നമ്മൾ വെരി എഴുതേണ്ട കാര്യമില്ല. ദേ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. ഇനി നോക്കുക അടുത്തത്. ഹി സെഡ് ബ്രാവോ, ടോം ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇവിടെ എന്താ? ബ്രാവോ കൊണ്ട് പറഞ്ഞെന്താ? അവനെ പ്രോത്സാഹിപ്പിച്ചതാ. പ്രോത്സാഹിപ്പിക്കുന്ന എങ്ങനെയാ? നമ്മൾ അപ്ലോഡ് ചെയ്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെഡ് ദാറ്റിന് തൊട്ട് മുമ്പായിട്ട് അവൻ എന്താണോ ചെയ്തത് ആ പ്രവൃത്തിയെ നമ്മൾ സൂചിപ്പിക്കണം. ഹി അപ്ലോഡഡ്. ആരെയാണ്? ടോമിനെ. ഇനിയിപ്പം ബ്രാവോ എന്ന് എഴുതേണ്ട കാര്യം ഇല്ല. സെഡ് ദാറ്റ്. പിന്നാണ് ഈ സെഡ് ദാറ്റ് വരുന്നത്. സെഡ് ദാറ്റ്. ഇത് നോക്കുക, ബാക്കിയുള്ളവ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ കിടക്കുകയാണ്. ഇത്തരത്തിൽ ഇന്റർജെക്ഷനിൽ തുടങ്ങുന്ന ഒരു എക്സ്ക്ലമേറ്ററി സെൻസിന്റെ പ്രത്യേകത എന്താ? അതിനുശേഷം ബാക്കി വരുന്ന എല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെയായിരിക്കും. അതിനെ നമ്മളങ്ങ് റിപ്പോർട്ട് ചെയ്താൽ മതി. ഈ ടോമിന് പകരം നമുക്ക് ഹി കൊടുക്കാം. ഈ ഹാസ് മാറി എന്താവണം?
ആഡായി മാറും. ഹി ഡൺ തന്നെയാണ്. പിന്നെ എ ഗ്രേറ്റ് ജോബ്. ഹി അപ്ലോഡഡ് ടോം ആൻഡ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇത്രയായപ്പോൾ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട റൂൾസ് എല്ലാം നമ്മൾ പഠിച്ച് കഴിയും. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.